ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ്. ഇന്ന് സാർ വന്നിട്ടുള്ള എക്സാമിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് കാണുക. മാക്സിമം 10 മിനിറ്റ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. എക്സ്പ്ലെയിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സുപ്രീം കോർട്ടിലെ ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ പറ്റും, നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും അപ്പെക്സ് കോർട്ടാണ് അല്ല, നമ്മുടെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റത്തിലെ ഏറ്റവും അപ്പെക്സ് കോർട്ടാണ് സുപ്രീം കോർട്ട്. ഏറ്റവും ടോപ്പ് കോർട്ടാണ് സുപ്രീം കോർട്ട്. അപ്പോൾ ഏറ്റവും ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സുപ്രീം കോർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നാണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് എവിടെ മാത്രമാണ് വരുന്നത്, സുപ്രീം കോർട്ടിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കേസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സുപ്രീം കോർട്ടിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഡിസ്പ്യൂട്ട്സ്, അപ്പോൾ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ കേരളവും സെൻട്രൽ ഗവൺമെന്റ് തമ്മിൽ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നത് സുപ്രീം കോർട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോവർ കോർട്ടിൽ നിന്നും ഒരു കേസ് എന്ത് ചെയ്യാണ്, ഓക്കെ അല്ല, അതിന്റെ വേർഡിക്റ്റ് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹൈക്കോർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈന്റ് അല്ലെങ്കിൽ അപ്പീൽ നൽകാൻ പറ്റും. ഹൈക്കോർട്ടിലും അത് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് എവിടെ പോവാം, സുപ്രീം കോർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ നൽകാൻ പറ്റും. പക്ഷേ സുപ്രീം കോർട്ടാണ് ഇത് ഫൈനൽ അപ്പീലേറ്റ് കോർട്ട് എന്ന് പറയുന്നത്. ഹയസ്റ്റ് അപ്പീലേറ്റ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ സുപ്രീം കോർട്ടിലേക്ക് വരെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ അപ്പീൽ നൽകാൻ പറ്റുന്നത്. അപ്പോൾ ഈ കേസ് ഡയറക്റ്റ് ആയിട്ടും സുപ്രീം കോർട്ടിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹൈക്കോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോവർ കോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഹൈക്കോർട്ടിലേക്ക് വരുന്നു, അവിടെ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് വരുന്ന കേസസ് ആണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്. ഏതൊരു പേഴ്സണും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എസ്കോർട്ടിനെ അപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ടും പഠിക്കുന്നുണ്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ദ ഫൈനൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ടും റിട്ടുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിട്ടിലൂടെ ഈ പറയുന്ന എന്താണ്, ഏതൊരു പേഴ്സണും സുപ്രീം കോർട്ടിനെ ഡയറക്റ്റ് ആയിട്ടും അപ്രൂവ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 32 അത് വരുന്നത്. അപ്പോൾ അങ്ങനെ കോടതികൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സുപ്രീം കോർട്ട് എന്ത് ചെയ്യും, റിട്ടുകൾ പുറപ്പെടുവിക്കും. അതായത് ആ നഷ്ടപ്പെട്ട ഫണ്ട് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് തിരിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്താണോ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, കോടതികൾ പുറപ്പെടുവിക്കും, റിട്ടുകൾ പുറപ്പെടുവിക്കും. അതാണ് നമ്മൾ ഈ പറഞ്ഞ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഫൈനൽ വൺ ഈസ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. ഇപ്പോൾ പ്രസിഡന്റിന് ഈ പറയുന്ന പബ്ലിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ആരോട് തേടാൻ പറ്റും, സുപ്രീം കോർട്ടിനോട് തേടാൻ പറ്റും. ഇതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ കൃത്യമായിട്ട് നോക്കാം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, അഡ്വൈസ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് നെസസറി ഓഫ് ലോക്കൽ ഗവൺമെന്റ്? നമുക്ക് കാണാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അഡീഷണൽ ആയിട്ട് ഒരു ബോഡി കൂടി ഉണ്ട് അല്ലേ. നമുക്ക് കാണാൻ പറ്റുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ, അതിന് കീഴിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയും. അത് ഏർബൺ ഏരിയാസ് ആണെങ്കിലും റൂറൽ ഏരിയാസ് ആണെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഗാന്ധിജിയൊക്കെ മുമ്പോട്ട് വെച്ചൊരു ഐഡിയ ആയിരുന്നു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വില്ലേജസ് എന്നുള്ളത്. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാവുന്നത് ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഈ പറയുന്ന 73rd and 74th അമെൻമെന്റിലൂടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന ആ ഒരു ആശയം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും നടപ്പിലാക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ലോക്കൽ ഗവൺമെന്റ് എന്നാണ്. ലോക്കൽ ഗവൺമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് നോക്കണം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ജനങ്ങളുമായിട്ട് വളരെ അടുത്താണ്, റിലേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെയൊക്കെ ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ മക്കളെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരിക്കും, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അവിടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്നത്. അവിടെ എന്താ പറയുക, കുറച്ചും കൂടി ജനങ്ങളുമായിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ജനങ്ങളുമായിട്ട് അവർ കുറച്ചും കൂടി കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറിന് നമ്മുടെ വാർഡിലെ ഇഷ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കൃത്യമായിട്ടും സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ടും ലോക്കൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആർക്ക് പറ്റും, ലോക്കൽ ലീഡേഴ്സിന് പറ്റൂടാ. അതുകൂടാതെ കൃത്യമായിട്ട് ലോക്കൽ എന്താ പറയുക, ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടുള്ള ഐഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ് നടപ്പിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു കുടിവെള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ റോഡിന്റെ പ്രശ്നമാണ്, എന്താണോ നടപ്പിലാക്കേണ്ടത് കൃത്യമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ ആർക്ക് പറ്റും, ഈ ലോക്കൽ റൂളേഴ്സിന് പറ്റും. അപ്പോൾ ഡെമോക്രസിയുടെ ഒരു റിയൽ സ്പിരിറ്റ് ആയിട്ടും എന്താ പറയുക, ഒരു റിയൽ ആയിട്ടുള്ള
പില്ലേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൺസിഡർ ചെയ്യാം. നമ്മൾ പറയാറുണ്ട്, അതായത് മറ്റു പല രാജ്യത്തെ ജനങ്ങളെക്കാളും കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലെ റെപ്രസെന്റേറ്റീവ്സിന്റെ എണ്ണം എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിച്ചെല്ലാൻ എന്തിലൂടെ പറ്റുന്നുണ്ട്? ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലൂടെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും ഒരു ഡിസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് എവിടെ നടപ്പിലാക്കാൻ പറ്റും? ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ത്രൂ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുകൂടാതെ മാരത്തോണും അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഡേയ്സിൽ. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ വിതിൻ ഈ 3 ഡേയ്സിൽ എന്ത് ചെയ്യും? നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.